നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ജഹാലത്തുമായി കൊണ്ട് നടക്കുമ്പോൾ ഇതുകൊണ്ട് ഒന്ന് ശിർക്കിനെ അവർ പ്രൊമോട്ട് ചെയ്യുന്നു, രണ്ട് മനുഷ്യന്മാരെ വഴികേടിലേക്ക് കൊണ്ടുപോകുന്നു. ഇതിൻ്റെ മുഴുവൻ പാപഭാരവും എന്താക്കേണ്ടതുണ്ട്, ഇതിൻ്റെ ആളുകൾ ഏറ്റെടുക്കേണ്ടി വരികയാണ്. തൽക്കാലം ദുനിയാവിലുള്ള കിട്ടാവുന്ന ഏതെങ്കിലും കുറച്ചൊരു വ്യൂവേഴ്സിനെ മാത്രം മുമ്പിൽ കണ്ടിട്ട് അല്ലെങ്കിൽ താൽക്കാലിക യൂട്യൂബ് വരുമാനം കണ്ടുകൊണ്ട് ഇത്തരത്തിലൊക്കെ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ തൻ്റെ ഇഹലോകവും പരലോകവുമാണ് നശിപ്പിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഈ വിഷയത്തിൽ അടിസ്ഥാനപരമായി കൊണ്ട് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതിൽ എപ്പോഴും മനസ്സിലാക്കുക, ഖബർ കെട്ടിപ്പൊന്തിക്കുക എന്ന് പറഞ്ഞാൽ ഏർപ്പാട് തന്നെ ഇസ്ലാമിലില്ല. പിന്നെ രണ്ടാമത്തത് പ്രവാചകന്മാരുടേത് അങ്ങനെ ചെയ്യാന്ന് പറയേണ്ടത് അത് യഹൂദികളും നസാറാക്കളും ചെയ്ത പണിയാണെന്ന് എന്താക്കിയിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇവിടെ ആ യഹൂദിയത്തിൻ്റെയും നസ്രാനിയത്തിൻ്റെയും പിൻഗാമികളായിക്കൊണ്ട് കടന്നു വന്ന ആളുകൾ പണ്ട് മുതലേ ഈ ഏർപ്പാടിട്ട് നടക്കുന്ന ആളുകളാണ്. അവർ ഇത് എന്ന് പണി തുടങ്ങിയിട്ടുണ്ടോ അന്ന് മുഹമ്മദ് നബി അതിനെതിരിൽ പണി തുടങ്ങിയിട്ടുണ്ട്.